കാഞ്ഞിരപ്പള്ളി ഇരട്ടക്കൊലപാതകത്തിൽ പ്രതി ജോർജ് കുര്യൻ കുറ്റക്കാരനെന്ന് കോടതി. കോട്ടയം സെഷൻസ് കോടതിയുടേതാണ് വിധി. പ്രതിക്കുള്ള ശിക്ഷ നാളെ വിധിക്കും. കോട്ടയം കാഞ്ഞിരപ്പള്ളിയിൽ 2022 മാർച്ച് 7-നാണ് കേസിനാസ്പദമായ സംഭവം. പ്രതിയായ ജോർജ് കുര്യൻ സ്വത്ത് തർക്കത്തെ തുടർന്ന് സഹോദരനെയും മാതൃസഹോദരനെയും വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. സഹോദരൻ രഞ്ജു കുര്യൻ, മാതൃസഹോദരൻ മാത്യു സക്രിയ എന്നിവരെ കാഞ്ഞിരപ്പള്ളിയിലെ കുടുംബ വീട്ടിൽ വെച്ചാണ് ജോർജ് കുര്യൻ കൊലപ്പെടുത്തിയത്. IPC 302, 449, 506(2), ഇന്ത്യൻ ആയുധ നിയമം 30 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസിൽ ജോർജ് കുര്യൻ കുറ്റക്കാരനാണെന്ന് കോട്ടയം സെഷൻസ് കോടതി കണ്ടെത്തിയത്. 302 വകുപ്പനുസരിച്ചുള്ള കൊലപാതകം, അതുപോലെ തന്നെ കൊലപാതകം നടത്തണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി വീട്ടിൽ അതിക്രമിച്ച് കിടക്കൽ, ഇന്ത്യൻ ശിക്ഷാ നിയമം 449 വകുപ്പ്, അതുപോലെ 506(2). ഈ കൊലപാതകത്തിന് ശേഷം ഈ പ്രതി പുറത്തിറങ്ങി അവിടെ ഉണ്ടായിരുന്ന സാക്ഷികളെയൊക്കെ തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തി ഓടിച്ചു. അതിന് 506(2). പിന്നെ സെക്ഷൻ 30 ഓഫ് ദി ആംസ് ആക്ട്, ഇന്ത്യൻ ആയുധ നിയമത്തിൻ്റെ 30-ാം വകുപ്പിന് ലംഘനം. അദ്ദേഹത്തിൻ്റെ ലൈസൻസ്ഡ് റിവോൾവറാണ്, പക്ഷേ കണ്ടീഷൻസ് ഓഫ് ലൈസൻസിൻ്റെ വയലേഷൻസ് ഉണ്ട്. സർക്കാരിന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് CS അജയൻ, അഡ്വക്കേറ്റ് നിബു ജോൺ, അഡ്വക്കേറ്റ് അഖിൽ വിജയ്, അഡ്വക്കേറ്റ് സ്വാതി S ശിവൻ എന്നിവർ ഹാജരായി. കേസിൽ കോടതി നാളെ ശിക്ഷാവിധി പറയും. സി മലയാളം ന്യൂസ്, കോട്ടയം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.